എത്ര വീടാണ് നിർമ്മിക്കുന്നത് ടോട്ടലി? എത്ര യൂണിറ്റ്? അതോടൊപ്പം തന്നെ ഈ നെടുമ്പാലയിലൊക്കെ ഈ ലയങ്ങളുണ്ടല്ലോ, പാടികളുണ്ടല്ലോ, അവിടങ്ങളിൽ താമസിച്ചവരുടെ റീഹാബിലിറ്റേഷൻ ഇതിനൊപ്പം പരിഗണിക്കുന്നുണ്ടോ? ഇവിടെ പുനരധിവാസം എന്നത് ദുരന്തത്തിനിരയായവരെയാണ്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, പൂർണ്ണമായി തകർന്നു പോയവർ എല്ലാമുണ്ട്. അങ്ങനെയുള്ളതിനാണ് ആദ്യ മുൻഗണന. പിന്നെ നേരത്തെ പറയുമ്പോൾ പറഞ്ഞു, ഈ പ്രദേശത്ത് താമസിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ നമ്മൾ തന്നെ അവിടെ താമസിക്കരുതെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ടു കൂട്ടരെ മാത്രമേ ഈ പുനരധിവാസ പ്രക്രിയയിൽ പരിഗണിക്കുന്ന പ്രശ്നമുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയുമ്പോൾ മുൻഗണന വീട് തകർന്ന് ദുരന്തത്തിൻ്റെ ഭാഗമായി വീട് തകർന്നവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടാം ഘട്ടം എന്നത് ഈ നോഗോ സോൺ ആ പ്രദേശത്തുള്ളവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പുനരധിവാസം രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും. ആ വീട് നിർമ്മാണം ഒന്നിച്ച് തന്നെയാണ് നടത്തുക. ഈ ഓരോ പ്രദേശത്തും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഇപ്പം നേരത്തെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു. അതിൽ കൃത്യമായ നമ്പർ ഇപ്പോൾ അത് വീടുകളുടെ ആവശ്യകത നോക്കിയാൽ അത്രത്തോളം വീട് നിർമ്മിക്കാൻ ഇപ്പോൾ ഈ സ്ഥലം പോരാ. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീടുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതിന് ഈ ഭൂമിയുടെ കിടപ്പ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെന്താണ് വഴി? ഒരു വഴി ഈ പൊതു സൗകര്യങ്ങൾ ചിലയിടത്ത് ഏർപ്പെടുന്നുണ്ട്. ആ സൗകര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശം ചിലത് ഉപയോഗിക്കാൻ പറ്റുമോ, ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കുന്നതാണ്. ആ പരിശോധനയുടെ ഭാഗമായി വീടിൻ്റെ എണ്ണം കൃത്യമായി നിശ്ചയിക്കുന്ന നിലയുണ്ടാവും. സ്പെഷ്യൽ പാക്കേജിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഇനിയിപ്പോൾ ഒരു കേന്ദ്രത്തിന്റെ പ്രത്യേക പാക്കേജ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് കരുതുന്നുണ്ടോ? കേന്ദ്രത്തിന്റെ പാക്കേജ് എന്ന് പറയുന്നത് നമ്മളൊരു ആവശ്യമാണല്ലോ. ആ ആവശ്യം നമുക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും. അനുവദിക്കില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം അനുവദിച്ചില്ലെങ്കിലും നമ്മൾ ആ ആവശ്യം വീണ്ടും ആവർത്തിച്ചു എന്ന നില വരും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ കണ്ടിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ പുനരധിവാസം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടൈം ഫ്രെയിം എത്ര നാൾ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ ഏകദേശം? ഇത് വളരെ വേഗതയിൽ പൂർത്തിയാക്കും. അതായത് അതിൻ്റെ കൃത്യമായ സമയം ഒരു 2-3 ആഴ്ചകൾക്കുള്ളിൽ പറയാൻ പറ്റും. കാരണം ഈ ബന്ധപ്പെട്ട ഏജൻസികളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൃത്യമായി ടൈം ഷെഡ്യൂൾ തീരുമാനിക്കും. ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് വേണ്ട അതിന്റെ ചെലവ് ഈ പറയുന്ന 38 സ്പോൺസർഷിപ്പിൽ തന്നെ കിട്ടുമോ? അതെല്ലാം പുറമെ സംഘടിപ്പിക്കുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന ദുരന്തത്തിനിരയായ ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമ്മൾ പൂർണ്ണമായും ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിന് ധാരാളം ആളുകൾ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ നല്ല മനസ്സെല്ലാം നമ്മളുമായിട്ട് സഹകരിക്കുക തന്നെ ചെയ്യും, തുറന്ന് സഹകരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്ര കിട്ടുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ബാധ്യതയാണ് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത്. ആ ബാധ്യത നിർവഹിച്ചിരിക്കും. പ്രയോറിറ്റി അങ്ങ് പറഞ്ഞു. ഈ വീട് നഷ്ടപ്പെട്ടവരും താമസിക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഉള്ള ആളുകളും അതങ്ങനെ ഒരു പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മളൊരു കൃത്യമായ ഒരു പിന്നെ ആ പട്ടികയൊക്കെ റെഡിയാണല്ലോ. ആ പട്ടികയ്ക്കൊന്നും പ്രശ്നമില്ല. ഈ രണ്ടാമത്തെ പട്ടികയിൽ ഒരു പരിശോധന കൂടി നടക്കേണ്ടതുണ്ട്. ഇത് നോഗോ സോണില്ലേ, ആ പറയുന്ന സ്ഥലത്തുള്ള ആളുകളെ അവിടെ ഒരു തർക്കമുണ്ടായി നേരത്തെ. അതായത് ഒരു വിദഗ്ധ സമിതി, ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സമിതി അവിടെ പരിശോധന നടത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർ കണ്ട ഭാഗം അടയാളപ്പെടുത്തണം. അതിന് പുറപ്പെട്ടപ്പോൾ അവിടെ ചില എതിർപ്പുകളുണ്ടായി. ദുരന്തമുഖത്ത് ഈ എതിർപ്പിന്റെ മുന്നിലൊന്നും വേറെ നിലപാട് സ്വീകരിക്കല്ലാരോ വേണ്ടത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് അതങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഇനി അത് അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആ എതിർത്തവരോട് പറയാനുള്ളത് ഇനി എതിർക്കാൻ പുറപ്പെടേണ്ടെന്നാണ്. അത് അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തി
ആ മേഖല ഏതാണോ, ആ മേഖലക്കൊക്കെ അകത്തുള്ള കുടുംബങ്ങൾ ഏതാണോ, ആ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന് അർഹത. അതിനപ്പുറത്തും ആളുകളുണ്ടാകാം, അവരാഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് ആ മേഖലയിൽ താമസിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കണക്ക് പെട്ടെന്ന് തന്നെ തീരുമാനിക്കും, ഇപ്പൊ തന്നെ തീരുമാനിക്കും. ഇതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ കൊടുക്കുക, അങ്ങനെ ഉടമസ്ഥാവകാശം അവർ നേരത്തെ പറഞ്ഞല്ലോ, അവര് ഇവിടുന്ന് മാറിപ്പോയാലും ആ സ്ഥലമെല്ലാം അവരുടെ തന്നെയായിരിക്കും. അവരുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെയായിരിക്കും. ടൗൺഷിപ്പ് വരുന്ന പുതിയ ടൗൺഷിപ്പിൻ്റെതും ഉടമസ്ഥാവകാശം അവർക്കുണ്ടാവും. പക്ഷെ ഒരു കാര്യം മാത്രം, അത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല, എന്നാൽ തീരുമാനിക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടില് നമുക്കെല്ലാം അറിയാലോ, ചില ഘട്ടത്തില് ഈ ചില ആവശ്യങ്ങൾ വെച്ചങ്ങ് ചില ആവശ്യങ്ങൾ വെച്ച് വിൽപ്പനക്ക് തയ്യാറാവുമല്ലോ. അങ്ങനെ ആ വിൽപ്പന പിന്നെ പെട്ടെന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു സാധാരണ ചില നിബന്ധനകൾ വരുമല്ലോ, അത് മാത്രം. ബാക്കി എല്ലാ ഉടമസ്ഥാവകാശവും അവർക്കുണ്ടാവും. ഇവിടെ ഈ പുനരധിവാസം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് പിന്നീട് സർക്കാരിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാവും, അതല്ല അവരുടെ ജീവിത വരുമാനം തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും? എല്ലാ കാലവും ഗവൺമെന്റ് സഹായിച്ചുകൊണ്ടേ ഇരിക്കൂലോ, അതൊരു പുനരധിവാസത്തിലും ഇല്ല. അത് ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. അല്ല, മറ്റൊരു കാര്യം പിന്നീട് എടുക്കാം. അതാണ് in Shivagiri, you had made a statement that the Sanatana Dharma is not compatible with democracy and it is a favorite word for a monarch and casteist. This has caused a lot of discussion. Your response to it, CM? അത് വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. അതൊന്നുകൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് പറയാൻ സമയമില്ല. You stand by the same statement. എന്താ സംശയം? ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ വേറെയല്ലേ എടുക്കേണ്ടത്. ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം. ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോൾ എന്നുള്ളത് കൊണ്ട്. ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത്. അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത്. ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെ പറ്റി പറയുകയുണ്ടായി. അതാണ് ഉണ്ടായത്. എൻ്റെ നിർദ്ദേശമല്ല, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി. അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ്. നല്ലതാണെന്ന് പറഞ്ഞു. ഉണ്ട് അല്ല, അതല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ. അല്ല, അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നല്ല നിർദ്ദേശമായിരിക്കും. അത് ചർച്ച ചെയ്തോട്ടെ. The Chief Minister is only criticizing the Sanatana Dharma. It does not, it goes soft on other and is specifically targeting the majority in this regard. This is a statement that most of the BJP leaders have അതല്ലേ stated. ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറഞ്ഞതാണ്. സനാതന ധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ, ഇപ്പോഴല്ല, ഒരു കുറേ മാസങ്ങൾക്കോ 1-2 വർഷത്തിനു മുൻപാണെന്ന് തോന്നുന്നു, ഒരു യോഗത്തിൽ ഒരു BJP നേതാവ്, അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ്, അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു. ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ കാര്യം ശരിയല്ല, ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിലതുണ്ടാവും. അന്ന് തന്നെ പറഞ്ഞാണ്. അതെന്റെ നിലപാടാണത്. സനാതന ധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. അതിന്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റൂല. അത് തിരുത്തിയെന്ന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു. പുതിയ ഗവർണറെ സ്വീകരിക്കാൻ പോകണം. അതാണ് ഞാൻ തിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വൈകിപ്പിക്കാൻ പാടില്ല നിങ്ങൾ.
തീർച്ചയായും അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് പൊതുപരിപാടികളായാലും, അത് സ്വകാര്യ പരിപാടിയായാലും സർക്കാർ പരിപാടിയായാലും ഏത് തരത്തിലുള്ള പരിപാടിയായാലും, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം അത് നടത്താറില്ല എന്നുള്ളത്. സ്വകാര്യ പരിപാടികളിൽ മറ്റ് സുരക്ഷാ കാര്യങ്ങൾ അങ്ങനെ പരിശോധിക്കാൻ പോകാറില്ല. പക്ഷേ സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. ബാക്കിയെല്ലാം പിന്നെയാകാം.